Hi children, welcome to science class. This is the third part of the lesson, our Earth's natural satellite. Okay, in the previous class, we discussed about the phases of the moon and lunar eclipse, solar eclipse, etc. Okay, now we are going to the next part, that is the moon and the tides. What are the effects of moon in the tide? Tide എന്ന് കേട്ടാ എന്താ? Tide എന്താ? തിരമാല. തിരമാലയുടെ മുകളിൽ എന്താണ് ഈ മൂണിനുള്ള എഫക്റ്റ്? Okay. We studied in the previous class that is the gravity of moon is 1/6 of the gravity of earth. എർത്തിന്റെ 1/6 ഗ്രാവിറ്റി ആണ് എന്തിനുള്ളത്? മൂണിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മൂണ് നമ്മുടെ കടലിലെയും അതേപോലെ സമുദ്രങ്ങളിലെയും ജലത്തിനെ എന്ത് ചെയ്യും? മുകളിലേക്ക് അട്രാക്ട് ചെയ്യും. Since this moon is very closer to the earth than the sun, the pull of the moon is stronger than the pull of the sun. Moon ആണോ sun ആണോ ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? Yes, it is moon. Moon ആണ്. അതുകൊണ്ട് തന്നെ മൂണിന്റെ പുള്ളാണ് സണ്ണിന്റെ പുള്ളിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എഫക്റ്റ്? മൂണിന്റെ എഫക്റ്റ് എന്തൊക്കെയാ? ഓക്കെ, പറഞ്ഞുതരാം. Although the moon's gravity is very weak, it has a noticeable effect on the earth. It pulls the water of the seas and ocean of the earth, causing tide. അങ്ങനെ അതായത് വാട്ടറിനെ മുകളിലേക്ക് പുള്ള് ചെയ്തിട്ടാണ് ഈ ടൈഡ് ഉണ്ടാവുന്നത്. The water of the seas and the ocean on the side of the earth facing the moon is attracted upward. അതായത് മൂണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്തുള്ള വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. This attraction causes sea level to rise and form high tide. മുകളിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ വലിയ വലിയ തിരമാലകൾ ഉണ്ടാകും. Another high tide occurs on the opposite side of the earth because its rotation. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? അത് കാരണം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടാവുന്നുണ്ട്? വേറൊരു ഹൈ ടൈഡും ഉണ്ടാവും. ഈ രണ്ട് ഹൈ ടൈഡിന്റെയും ഇടയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോ ടൈഡ് എന്ന് പറയും. എന്താണ് ലോ ടൈഡ് എന്ന് പറയും? Here you can see in this picture high tide and low tide. വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് മൂണിന്റെ എഫക്റ്റ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ടൈഡ് ഉണ്ടാവുന്നത്. Okay, the pull of the moon does not only pull the sea up and down. This tidal effect can also distort the continents, pulling land and down as much as 25 centimeter. ഈ കടലിലുള്ളതും സമുദ്രത്തിലുള്ളതുമായ ജലത്തിനെ മുകളിലേക്ക് വലിക്കുക മാത്രമല്ല മൂണിന്റെ എഫക്റ്റ്, വേറെ എന്തൊക്കെയാണ്? കോണ്ടിനെന്റ്സിലെ വൻകര അതിന് ഒരു 25 സെന്റിമീറ്ററോളം മുകളിലേക്കും താഴേക്കും അത് പുള്ള് ചെയ്യുന്നുണ്ട്. അതും കൂടി മൂണിന്റെ എഫക്റ്റ് ആണ്. നമ്മുടെ മൂണിന്റെ ഫേസിനനുസരിച്ചാണ് ടൈഡിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്നത്. The intensity of the tides vary with the phases of the moon. എപ്പോഴാണ് ഹൈ ടൈഡ് ഉണ്ടാവുക? ഫുൾ മൂണിനും അതായത് ന്യൂ മൂണിനും ഒക്കെയാണ് എന്തുണ്ടാവുന്നത്? ഹൈ ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്താ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ? മനുഷ്യനിർമ്മിത, അതായത് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റിനെയാണ് എന്ത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഓൾസോ റിവോൾവ് അറൗണ്ട് ദ എർത്ത്. ഭൂമിയെ അതെന്ത് ചെയ്യും? റിവോൾവ് ചെയ്യും. When was the space age began? എപ്പോഴാണ് സ്പേസ് ഏജ് തുടങ്ങിയത്? 1957 ഏതാണ് ഫസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്? സ്പുട്നിക് 1 ബൈ റഷ്യ. അതായത് USSRന്റെ സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം thousands of satellites were made. കുറേ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പലതരം പേർപ്പസിന് വേണ്ടിയിട്ട്. Here you can see the picture of an artificial satellite that also revolve around the earth. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു. ആര്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. Which was the first artificial satellite? That is Sputnik 1. ഏതാണ്? Sputnik 1. Okay.
Next is on 12th April 1961, Major Yuri Gagarin of Russia became the first man in the world to go into the space. അതായത് സ്പേസിലേക്ക് പോയ ഫസ്റ്റ് മാൻ ആരാ? Yuri Gagarin. Don't forget his name. Yuri Gagarin and Valentina Tereshkova was the first woman. സ്പേസിലേക്ക് പോയ ഫസ്റ്റ് വുമൺ ആരാ? വാലന്റീന ടെരഷ്കോവ and the first man Yuri Gagarin. Okay. And was the first Indian? ആരായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ? Yes, Rakesh Sharma. Rakesh Sharma on 3rd April 1984. എപ്പോഴായിരുന്നു? 1984ലാണ്. Okay. Who was the first Indian woman to go into the space? സ്പേസിലെത്തിയ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഏതാന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. Okay. Then Aryabhatta launched in 1975 was the first Indian satellite. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതായിരുന്നു? ആര്യഭട്ട. 1975ലാണ് അത് ലോഞ്ച് ചെയ്തത്. Which was Aryabhatta. Okay. Then other satellites are Bhaskara 1, Rohini, that is RSG-1, Apple, INSAT 1B, INSAT 2A, INSAT 2B, IRS-1A, OceanSat, Kalpana 1, HUSAT, Saral and IRNSS-1A are some other Indian satellites. ഇതൊക്കെ ഇന്ത്യയുടെ മറ്റ് സാറ്റലൈറ്റ്സ് ആണ്. Which was the first India's first artificial satellite? Aryabhatta. Aryabhatta. Okay. Next is what are the uses of artificial satellite? എന്താണ് ഈ artificial satellites? കുറേ നമ്മൾ പറഞ്ഞല്ലോ, കുറേ ഉണ്ടാക്കി സ്പേസിലേക്ക് അയച്ചു. എന്താ അതിന്റെ യൂസ്? For gathering some informations, several informations we are getting from this artificial satellite. ഈ artificial satellites നിന്നാണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസും കിട്ടുന്നത്. Especially about the atmosphere of the earth. ഭൂമിയെ സറൗണ്ട് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല ഇൻഫർമേഷൻസും. ഇതൊക്കെ നമുക്ക് സയന്റിഫിക് റിസർച്ചിനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന പല ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ നിന്നാണ്. A rocket is used to launch an artificial satellite. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അവിടെ സ്പേസിൽ എത്തിക്കാൻ എന്താ യൂസ് ചെയ്യുക? Yes, rocket is used. Rocket is used. Okay. Satellites which send messages from one country to another is called communication satellite. എന്താ പറയാ? Communication satellite. അത് ഒരു കൺട്രിയിൽ നിന്ന് മെസ്സേജ് വേറൊരു കൺട്രിയിലേക്ക് സെൻഡ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ നമ്മൾ എന്ത് പറയും? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അവ എന്താ ചെയ്യുന്നത്? They send the signals of television programs from one country to another. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സിഗ്നൽസ് ആണ് അവര് പാസ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. Okay. They are called communication satellite. Next is weather satellite. എന്താണ് weather satellite? കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ. എന്താണ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ? For what we are using that weather satellites? For gathering information about climate. ക്ലൈമറ്റിനെ പറ്റി അറിയാം, അതായത് വെതറിനെ പറ്റി അറിയാനുള്ള സാറ്റലൈറ്റ് ആണ് എന്ത്? വെതർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. They take the pictures of the movement of the clouds and help us forecast weather. കാലാവസ്ഥ പ്രവചനത്തിന് വേണ്ടിയിട്ട് ഈ മേഘങ്ങൾ മൂവ് ചെയ്യൂലേ, അതിന്റെയൊക്കെ പിക്ചർ ഇവര് ടേക്ക് ചെയ്യും. They can give us early warnings of dangerous storms or cyclones, building over the seas, forest fires, floods or moving glaciers. അതായത് ഈ വെതർ ഫോർകാസ്റ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വെതർ സാറ്റലൈറ്റ്സിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇതൊക്കെ കിട്ടും ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ, അതിനെപ്പറ്റി, അതേപോലെ സൈക്ലോൺസിനെ പറ്റി, സ്റ്റോംസിനെ പറ്റി, ഇതിനെപ്പറ്റി ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ഈ വെതർ സാറ്റലൈറ്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. Okay. Next is artificial satellites are also giving us different kinds of information about a particular area or region on the earth. അതായത് ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് തരും? ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് തരും. Okay.
This includes forestry data, groundwater data, fishing areas in the sea, etc. അതായത് നമ്മുടെ ഫോറസ്ട്രി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കാടിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ ഡാറ്റ, അതായത് ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തിനെ പറ്റിയുള്ള അറിവുകൾ, പിന്നെ ഫിഷിംഗ് ഏരിയാസ് ഇൻ ദ സീ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? സാറ്റലൈറ്റ്സിനെ പറ്റി പഠിച്ചു. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സ്പുട്നിക് 1 ആണെന്ന് പഠിച്ചു. ഫസ്റ്റ് മാൻ, സ്പേസിലെത്തിയ ഫസ്റ്റ് മാൻ ആരാ? യൂറി ഗഗാറിൻ. ദെൻ ഫസ്റ്റ് വുമൺ വാലന്റീന തെരഷ്കോവ. ഫസ്റ്റ് ഇന്ത്യൻ യൂറി ഗഗാറിൻ. നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ബുക്ക് റീഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ബൈ ഡിയർ ചിൽഡ്രൻ.